ഹലോ വെൽക്കം ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വിഗിൻ്റെ പോർഷനാണ്. അപ്പോൾ ഞാനിവിടെ ഡാർക്ക് ബ്രൗൺ കളർ ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2mm ക്രോഷ്യ ഹൂക്കാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്കൊരു മാജിക് റിംഗ് ഉണ്ടാക്കാം. അതിനുള്ളിൽ 6 സിംഗിൾ ക്രോഷ്യേസ് ചെയ്യാം. 3 4 5 ആൻഡ് 6. ഇനി നല്ലോണം ഒന്ന് വലിച്ചൊന്ന് ടൈറ്റാക്കി കൊടുക്കാം. ദെൻ ആ റൗണ്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ബാക്ക് ലൂപ്പിലൂടെ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. 6 ഇൻക്രീസസ് ചെയ്യാം. അത് ബാക്ക് ലൂപ്പിലൂടെ മാത്രം നമുക്ക് 6 ഇൻക്രീസസ് ചെയ്യാം. ബാക്ക് ലൂപ്പിലൂടെ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ 6 ഇൻക്രീസസ് ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ ആ റൗണ്ട് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് ചെയ്യുന്നത്. 1 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. ഈ പാറ്റേണിൽ ഈ റൗണ്ട് മുഴുവൻ ചെയ്തെടുക്കാം. 1 സിംഗിൾ ക്രോഷ്യ ദെൻ ഇൻക്രീസ്. ആ റൗണ്ട് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 4th റൗണ്ട് വരുന്നത് ബാക്ക് ലൂപ്പിലൂടെ മാത്രമാണ് ചെയ്യുന്നത്. അതായത് ഓരോ റൗണ്ട് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ബാക്ക് ലൂപ്പിലൂടെയാണ് ചെയ്യുന്നത്. അത് 2 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. ബാക്ക് ലൂപ്പിലൂടെ 2 സിംഗിൾ ക്രോഷ്യ ദെൻ ഒരു ഇൻക്രീസ്. ഈ പാറ്റേണിൽ നമുക്ക് ചെയ്തെടുക്കാം. നാലാമത്തെ റൗണ്ട് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി 5ാമത്തെ റൗണ്ടിൽ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ചെയ്യേണ്ടത് 3 സിംഗിൾ ക്രോഷ്യ ദെൻ ഇൻക്രീസ്. ഇതിൽ പാറ്റേൺ 3 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 6ാമത്തെ റൗണ്ട് വരുമ്പോൾ ബാക്ക് ലൂപ്പിലൂടെയാണ് ചെയ്യേണ്ടത്. അത് ചെയ്യണത് 4 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. ബാക്ക് ലൂപ്പിലൂടെ 4 സിംഗിൾ ക്രോഷ്യ ദെൻ ഒരു ഇൻക്രീസ്. ഈ പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 7th റൗണ്ടാണ്. 7th റൗണ്ടിൽ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ തന്നെ ചെയ്യാം. 5 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. പാറ്റേൺ 5 സിംഗിൾ ക്രോഷ്യ ദെൻ ഇൻക്രീസ്. 3 4 5 ദെൻ നെക്സ്റ്റ് ഇൻക്രീസ്. അപ്പോൾ ഈ റൗണ്ട് ഈ ഒരു പാറ്റേണിൽ നമുക്ക് ചെയ്തെടുക്കാം. ആ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് 8th റൗണ്ടാണ്. 8ാമത്തെ റൗണ്ടിൽ നമ്മൾ ബാക്ക് ലൂപ്പിൻ്റെ ഉള്ളിലൂടെയാണ് ചെയ്യണത്. അത് 6 സിംഗിൾ ക്രോഷ്യ ദെൻ ഇൻക്രീസ്. ബാക്ക് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ 6 സിംഗിൾ ക്രോഷ്യ ദെൻ ഇൻക്രീസ്. ആ ഒരു പാറ്റേണിൽ നമുക്ക് ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 9th റൗണ്ട് വരുന്നത് 7 സിംഗിൾ ക്രോഷ്യ ദെൻ ഇൻക്രീസ്. 2 3 4 5 6 ദെൻ 7 ദെൻ നമുക്കൊരു ഇൻക്രീസ് ചെയ്യാം. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന് സ്ട്രാൻഡ്സ് ഉണ്ടാക്കുന്നതാണ്. അതിനായിട്ട് ഞാനിനി ഒരു 50 ചെയിൻ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ഒരു 50 ചെയിൻ ഉണ്ടാക്കാം. ഇനി ഫസ്റ്റ് ആ ഒരു സിംഗിൾ ക്രോഷ്യ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് 49 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. അതിൻ്റെ എൻഡ് വരെ സ്റ്റാർട്ടിങ് വരെ നമുക്ക് ഇതുപോലെ സിംഗിൾ ക്രോഷ്യ ഓരോ ചെയിനിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം.
ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ചെയിനിൽ വരെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്യാം. ദെൻ വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ 50 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. അതിൽ സിംഗിൾ ക്രോഷൻ ചെയ്തിട്ട് ഈ ഒരു പാറ്റേൺ തന്നെ നമുക്ക് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ലാസ്റ്റ് റൗണ്ടിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് 54 സിംഗിൾ ക്രോഷേ ആയിരിക്കും. അപ്പം നമ്മൾ ഓരോരോ റൗണ്ടും സ്കിപ്പ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 27-28 സ്ട്രാൻഡ്സ് നമുക്ക് കിട്ടണം. നമ്മൾ ഓരോ ചെയിനിലും ചെയ്യണമെന്നില്ല, കാരണം നമ്മളിത് സിംഗിൾ ക്രോഷ് ചെയ്യുന്നുണ്ടല്ലോ. ഇനി ഹെയർ നിങ്ങൾക്ക് കുറച്ചും കൂടെ തിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ചെയിൻ സ്റ്റിച്ചിലും ഇതുപോലെ ഓരോ 50 സ്ട്രാൻഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് ഹെയർ തോന്നും. ഞാനിവിടെ ഓരോ സിംഗിൾ ക്രോഷേ ചെയിന് സ്കിപ്പ് ചെയ്തിട്ടാണ് അടുത്തയിലേക്കാണ് ചെയ്യണത്. അപ്പോൾ എനിക്ക് 27 സ്ട്രാൻഡ്സാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ ചെയ്യാൻ പോണത് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്ന മുടീൻ്റെ ബാങ്ക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഒരു 10 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റത്തെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിൻ മുതൽ സിംഗിൾ ക്രോഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലത്തെ 9 ബാങ്ക്സ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഫ്രണ്ടിലേക്കുള്ള പോർഷൻ 9 ഇതുപോലത്തെ സ്ട്രാൻഡ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ 9 ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ചുറ്റിനും ഇതുപോലെ ലോങ് ആയിട്ടുള്ള സ്റ്റാൻഡ്സ് ഉണ്ടാക്കി കൊടുക്കാം. ഇതിപ്പോൾ ലാസ്റ്റ് റൗണ്ടിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒന്ന് ചെയിൻ കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ഇട്ടിട്ട് ഞാനതൊന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ലെയറിലേക്ക് പോവാം. രണ്ടാമത്തെ ബാക്ക് ലൂപ്പിലൂടെ ചെയ്തതിൻ്റെ ആ ഒരു ഫ്രണ്ട് ലൂപ്പ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഉള്ളിലൂടെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇതേപോലെ 50 ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് ഓരോന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഓരോ ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം.
അങ്ങനെ ആ റൗണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത റൗണ്ടും ഒക്കെ ചെയ്താൽ കുറച്ചുകൂടെ തിക്കിൽ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. മുകളിൽ ഇങ്ങനെ പോണി ടൈൽ കെട്ടാനുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യണത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ലെയറും കൂടെ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള എൻഡൊക്കെ ഉള്ളിലേക്ക് ഇതുപോലെ നീട്ടിൽ വെച്ചിട്ടൊന്ന് പുൾ ചെയ്തെടുക്കാം. ഒന്ന് സെക്യൂർ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് അത് രണ്ടും കൂടെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ സ്ട്രാൻഡും ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിലുള്ളത് നമുക്ക് ചെയ്യാം. ബാക്കിൽ നമ്മൾ പിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിലെ പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷൻ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കാം, നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ടിലെ പോർഷൻസ് ഓരോന്നും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ലോങ് ആയിട്ടുള്ള ഹെയറും നമുക്ക് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഫസ്റ്റ്.
ഇനി 1 by 1 ആയിട്ട് നമുക്ക് ഫ്രണ്ടിലത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ഹെയർ സ്റ്റൈൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, ഇവിടെ ആക്കിയിട്ടുള്ളത്.
അപ്പോൾ നമ്മുടെ ഹെഡിൻ്റെ ഹെയറിൻ്റെ പോർഷനൊക്കെ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഫേസിൽ ഇതിൻ്റെ ചീക്സിലൊന്ന് ബ്ലഷ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഹെഡിൻ്റെ പോർഷൻ ഓൾമോസ്റ്റ് തീർന്നു. ഞാനിവിടെ ലൈറ്റ് ഒരു പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.